ഇന്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു രഹസ്യാത്മകതയുണ്ട്. കണ്ണു വെട്ടിച്ച് നീങ്ങുന്ന ഉദ്യോഗസ്ഥർ, ആരും തിരിച്ചറിയാത്ത വാഹനങ്ങൾ, ബോർഡില്ലാത്ത ഓഫീസുകൾ, ഇതായിരുന്നു ഇതുവരെയുള്ള രീതി. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഭരണം നിലനിർത്താനുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടുകൾക്കിടയിൽ പോലീസിന്റെ ഏറ്റവും സുപ്രധാനമായ വിങ്ങായ ഇന്റലിജൻസിനെ പോലും മുഖ്യമന്ത്രി നടു റോഡിൽ കൊട്ടി ആഘോഷിച്ച് പ്രദർശിപ്പിക്കുകയാണ്. പത്തനംതിട്ടയിലാണ് ഈ അപൂർവമായ ഓപ്പറേഷൻ നടന്നത്. സ്പെഷ്യൽ സർവീസ് ബ്യൂറോ അഥവാ ഇന്റലിജൻസ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നേരിട്ടെത്തി ആഘോഷമാക്കാൻ ഒരുങ്ങുന്നു. നോക്കണം, ഒരു രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ ഓഫീസ് എവിടെയാണ് വരുന്നത് എന്ന നാടിനെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ഒരു വലിയ ബോർഡും ബഹളങ്ങളുമായിട്ട് ഒരു ഉദ്ഘാടനം നടത്തുന്നു. ഇതൊരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഇന്റലിജൻസ് എന്നാൽ രഹസ്യം എന്നാണ് അർത്ഥമെന്ന് ആരെങ്കിലും അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഏത് ഉദ്യോഗസ്ഥനാണ് അവിടെ ഇരിക്കുന്നതെന്നോ ഏത് വണ്ടിയാണോ അവിടെ നിന്നും പുറപ്പെടുന്നതെന്നോ സാധാരണക്കാർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണ് നിയമം. എന്നാൽ ഇവിടെ ആ പരസ്യമാണ് ഇപ്പോൾ സർക്കാർ കൊട്ടി ആഘോഷിക്കുന്നത്. സർക്കാർ നേരിട്ട് നയിക്കുന്ന ഇന്റലിജൻസ് വിഭാഗമാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്. സർക്കാരിന്റെ പ്രതികരണങ്ങളെല്ലാം SSB റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ്. സർക്കാരിന്റെ സ്വന്തം രഹസ്യ പോലീസാണിത്. മുഖ്യമന്ത്രി അടക്കം നിർണായക വിവരങ്ങൾ എടുത്തു നൽകുന്നത് ഇവരായിരിക്കും. പലപ്പോഴും ഇന്റലിജൻസ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോലും ഉണ്ടാവുക. സർക്കാരിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് നീങ്ങുന്നതിൽ മുഖ്യ പങ്കും ഇവർക്കുള്ളതാണ്. ഇതിന് ലോക്കൽ പോലീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാത് ജില്ലകളിലെ ഇന്റലിജൻസ് DYSPമാർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റലിജൻസ് ADGPക്കോ മേധാവിക്കോ മുൻപാകെയാണ്. ജനുവരി 24 രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നഗരമധ്യത്തിൽ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ജില്ലാ പോലീസ് ട്രെയിനിംഗ് സെന്ററിനോട് ചേർന്നുള്ള ഭൂമിയിലാണ് ഓഫീസ് നിർമ്മിക്കുന്നത് എന്ന് കൂടി സർക്കാർ പരസ്യപ്പെടുത്തിയിരിക്കുന്നു. നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കുകയും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും. ആന്റണി MP, ജില്ലയിൽ നിന്നുമുള്ള MLAമാരെ മാത്യു T. തോമസ്, KU ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, ഇന്റലിജൻസ് ADGP P. വിജയൻ, SP GL അജിത് കുമാർ, പോലീസ് സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റുമാർ എന്നിവരും പങ്കെടുക്കും. എന്തിനാണ് ഈ വെപ്രാളം? സർക്കാരിന്റെ നേട്ടങ്ങൾ കാണിക്കാൻ വേറെ വകുപ്പുകളൊന്നുമില്ല എന്ന ബോധ്യമായിരിക്കാം ചിലപ്പോൾ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നത്. ഈ സർക്കാരിൽ മാത്രമേ ഇത് കാണാൻ കഴിയുകയുള്ളൂ. സ്വന്തം വകുപ്പായ ആഭ്യന്തരം ഭരിച്ച് കുട്ടിച്ചോറാക്കിയതും ഇതേ സർക്കാർ തന്നെയാണല്ലോ. ഭരണം നിലനിർത്താനുള്ള ആക്രാന്തത്തിനിടയിൽ സർക്കാരിന് വിവേകം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നാളെ ഒരു ക്രിമിനലോ രാജവിരുദ്ധ ശക്തിക്കോ ഈ ഓഫീസും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും തിരിച്ചറിയാൻ മുഖ്യമന്ത്രി തന്നെ വഴിവെട്ടി കൊടുക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ ചെയ്തിരിക്കുന്നത്. രഹസ്യ പോലീസ് എന്നത് ഇപ്പോൾ കേരളത്തിൽ വെറും പേരിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ്. സർവം രഹസ്യം എന്നതിൽ സർവം പരസ്യം എന്ന നിലയിലേക്ക് ഇന്റലിജൻസിനെ മാറ്റിയ മുഖ്യമന്ത്രിയുടെ ഈ നടപടി വരും ദിവസങ്ങളിൽ വലിയ സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സുരക്ഷാ സംവിധാനങ്ങളെ ബലി കൊടുക്കുന്നത് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഭരണത്തിന്റെ അവസാന സൈറൻ മുഴങ്ങി നിൽക്കുമ്പോൾ ഇപ്പോൾ ചെയ്ത ഈ വിഡ്ഢിത്തരമുണ്ടല്ലോ, അത് സ്വന്തം പല്ലിന്റെ ഇടകുത്തി നാറ്റിക്കുന്ന കണക്കായി പോയി. എന്തായാലും ഭരണകാലത്തുടനീളം പിണറായി പഴി കേട്ടത് ആഭ്യന്തരം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ അവസാന കാലഘട്ടത്തിലും മുഖ്യന്റെ അധികാര കവാടം തകർക്കുന്നതും ഇതേ പോലീസ് സംഘം തന്നെയാകുന്നു.